ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് 2 ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോസും ഇന്ന് രാവിലെ എടുത്ത വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ഈവനിങ് വ്ളോഗ് ഇടണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങിയില്ല കേട്ടോ നമ്മുടെ വീഡിയോസ്. എന്തായാലും വഴിയെ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് പുതിയതായിട്ട് കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ഒരു 2 ഗ്ലാസ് അരിയും ഒരു പിടി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം ഞാൻ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ടാണ് രാവിലെ വെള്ളത്തിലിട്ട്. അപ്പോൾ ഉച്ചയാകുമ്പോൾ 1 മണിയാകുമ്പോൾ ഞാൻ അരച്ച് വെച്ചു കേട്ടോ. ഉഴുന്നും പച്ചരിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് വന്നിട്ട് ദോശമാവാണ്. ദോശമാവെന്ന് പറയുമ്പോൾ നമ്മൾ ഉലുവയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉലുവയൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഞാനിന്ന് പണിയാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് വൈകുന്നേരം ചൂടോടെ കുട്ടികൾക്ക് എപ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെ അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ പണിയാരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴാണ് കേട്ടോ അരച്ച് വെച്ചത്. അപ്പോൾ ഇപ്പോൾ അധികം ചൂടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഴയൊക്കെ ആണല്ലോ, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഡൗട്ട്, നമ്മൾ പുളിക്കുമോ എന്ന് പറഞ്ഞിട്ട്. മാവ് പുളിച്ചാലല്ലേ പണിയാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വേഗം പുളിക്കാനായിട്ട് ഇതാ ഒരു കുക്കറിനകത്ത് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ചൂടാക്കിയിട്ട് നമ്മൾ കൈ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് കൈയൊന്നും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മുടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അത് നമ്മുടെ പ്ലേറ്റ് വെച്ച് അടച്ച് വെച്ചു. അപ്പോൾ കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു 5 മണി 6 മണി ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ വേഗം പുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ എടുത്തത് വൈകുന്നേരം ഒരു 3:30 ആകുമ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അതാ തുണി തയ്ക്കാൻ കുറേ അധികം ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് 3-4 ദിവസമായി കൊണ്ടുവച്ചിട്ട് അപ്പോൾ അത് അടിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മയങ്ങാനായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ നേരെ ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ചാരുമായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇത്തിരി ടി വി ഒക്കെ കണ്ടിരുന്ന് പിന്നെ ഒരു 3:30 ആയപ്പോൾ ഞാൻ മെഷീനിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പറ്റണ അത്രയൊക്കെ ഒന്ന് അടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, തുണി തയ്ക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുണി തയ്ക്കാനായിരുന്നു ഒരു 5 മണി വരെ ഇരുന്നു കേട്ടോ. അങ്ങനെ തുണികളെല്ലാം ഇന്ന് എന്നെ അടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല, കുറച്ച് മാക്സിയും പാവാടയും ഉണ്ടല്ലോ നമ്മുടെ അണ്ടർ സ്കർട്ട്, അതുമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ആൾട്രേഷൻ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ പണിയുമില്ല, ഇതിന് വലിയ കാശുമില്ല. അപ്പോൾ എന്തായാലും കൊണ്ടുവന്നതിന് നമ്മൾ അടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാരുമോളുടെ അടുത്ത് ചായ ഇടാനായിട്ട് പറഞ്ഞു. അപ്പോൾ അവൾ ചായയൊക്കെ ഇട്ടിട്ട് എനിക്കൊരു ഗ്ലാസ് ചായയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ തുണികളെല്ലാം ഒന്ന് തയ്ച്ച് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് ശേഷം ഒരു 5:30 ആയപ്പോൾ ചിട്ടിക്കുട്ടി വന്നിട്ട് ഇന്ന് ആകെ മടിയാണ് കേട്ടോ. ആൾക്ക് മുറ്റം അടിക്കാനായിട്ട് വയ്യ, മടിയായിട്ട് അങ്ങനെ അവൾ കൊച്ചു ടി വിയും കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വിളക്കൊക്കെ വെക്കണമല്ലോ, അപ്പോൾ മുറ്റം അടിക്കാതിരുന്നാൽ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മറ മുറ്റവും വഴീൻ്റെ ഭാഗത്ത് ഇന്നലെ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗത്തൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഞാനിതാ മുറ്റമൊക്കെ അടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് വൈകുന്നേരം ഈവനിങ് വ്ളോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല കാറ്റും മഴയും കറണ്ടൊക്കെ പോയി. കുറേ സമയം കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച പോലെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോസും നാളത്തെ രാവിലത്തെ വീഡിയോസൊക്കെ ആയിട്ടാണ് കേട്ടോ. 2 ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ നമ്മുടെ വീഡിയോസിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മുറ്റമൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ രാവിലെ കഴുകിയിട്ട തുണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ 2-3 അഴുക്കിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് ഉണങ്ങിയതൊക്കെ എടുത്ത് വയ്ക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ മടക്കി വയ്ക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പം ഞാൻ മഴ പെയ്തു എന്ന് പറഞ്ഞില്ലേ, ഒരു 6:30 ആകുമ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട്, മഴ കാര്യമായിട്ടില്ല പക്ഷെ നല്ല ഉഗ്രം കാറ്റുണ്ടായിരുന്നു കേട്ടോ. കാറ്റടിക്കുമ്പോഴത്തേക്കും തന്നെ ഇവിടെ കറണ്ടും പോണതാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ പിന്നാലെ തന്നെ മഴയും വന്നു കേട്ടോ. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് കറണ്ടൊക്കെ പോയതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ അടുക്കളയിൽ പണിയെടുക്കാനായിട്ട് നിന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം പണിയാരമൊക്കെ ഉണ്ടാക്കണം, അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ പ്രതീക്ഷകളൊക്കെ താളം തെറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ പണിയാരക്കല്ലൊക്കെ ഉച്ചയ്ക്ക് കഴുകി വൃത്തിയാക്കി കുറച്ച് എണ്ണയൊക്കെ തടവി വെയിലത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ, മണ്ണിൻ്റെ കല്ലായത് കൊണ്ട് തന്നെ കുറച്ച് ദിവസം ഉണ്ടാക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ, യൂസ് ചെയ്യാണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മയമൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഏട്ടൻ എന്താ ആ ഇരുട്ടോടെ തന്നെ ആൾ വന്നിട്ടുണ്ട്. വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും കപ്പയും പാലും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആളെന്തായാലും ഇതാ മഴയോടെ പച്ചക്കറിയും ഇതെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ കഴിക്കാനായിട്ട് പൊക്കവടയൊക്കെ കൊണ്ടുവന്നു. പൊക്കവടയല്ല, ബജ്ജി ഇട്ടാ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ കറണ്ട് വന്നത്. അപ്പം ഞാൻ ഇപ്പം എന്തായാലും പണിയാരം ഉണ്ടാക്കിയാലും ഏട്ടനെ വൈകുന്നേരം എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാലും ആൾക്ക് ചോറ് വേണം കേട്ടോ. അത് പറഞ്ഞിട്ട് തന്നെ ഞാൻ എന്തായാലും ചോറിന് അടുപ്പത്തൊക്കെ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചോറ് വേണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിപ്പോൾ എന്തായാലും നന്നായി. അപ്പോൾ കറണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ പണിയാരം ഉണ്ടാക്കാനൊന്നും നിന്നില്ല. ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന മുതിരപ്പുളി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഏട്ടൻ കപ്പ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കപ്പ എന്തായാലും കറി വെക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇതുപോലെ കുഴമ്പ് പോലെ അങ്ങോട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കപ്പ കറിയും വെച്ച് ചോറും മുതിരപ്പുളിയായിരുന്നു കേട്ടോ വൈകുന്നേരം. അപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ അങ്ങനെ ചീറ്റിപ്പോയി. നമ്മൾ എന്താണ് പനിയാരം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞത് ചീറ്റിപ്പോയി. അങ്ങനെ മാവൊക്കെ പിന്നെ അങ്ങോട്ട് എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ്, ഇന്ന് രാവിലെയാണ്. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും തന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എണീറ്റ് വന്ന പാടെ ഉമ്മർത്തൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും ഒക്കെയാണ് അല്ലേ. ഇപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ ഒരു മടിയാണ്, മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലങ്ങനെ നമുക്കൊന്നും ചെയ്ത് തരാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ എണീക്കണ്ടേ. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകണം, ഏട്ടന് രാവിലെ പോകണം. അപ്പോൾ അങ്ങനെ മടിച്ചിരുന്നാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വേഗം എണീറ്റ് വന്ന് മുഖമൊക്കെ കഴുകി അടുക്കളയിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം എന്താ നമ്മുടെ മാവൊക്കെ എടുത്ത് നോക്കുമ്പോൾ നല്ലോണം മാവൊക്കെ പൊളിച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു മാവ്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ രാവിലെ നോക്കുമ്പോൾ കാര്യം ഒരുപാട് അങ്ങോട്ട് പൊളിച്ചിട്ടൊന്നും പോയിട്ടില്ല. കാരണം ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ദോശൻ്റെ ഒരു പുളിപ്പ് തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ നമ്മുടെ പനിയാരത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് വറുത്തിടേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഒരു 2 സവാള നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും അതേപോലെ ചെറുതായിട്ട് നുറുക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത്തിരി മല്ലിയിലയും കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് കടുക് വറുത്തിട്ട് നമുക്ക് നമ്മുടെ മാവിലിട്ടിട്ട് വേണം പണിയാരം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ഒരു പാത്രം ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കാതൊക്കെ പോയിട്ടുണ്ട് ചീനച്ചട്ടിക്ക്. ഇത് ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ചില സമയങ്ങളിൽ നമുക്ക് എന്ത് പാത്രം നമ്മൾ മാറ്റി വെച്ചാലും ചിലപ്പോൾ അത് എടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ ആ ഒരു കാതില്ലാത്ത പാത്രം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പണിയാരത്തിന് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ട് നമ്മൾ പണിയാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പണിയാരം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉഴുന്ന് പരിപ്പൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലും നല്ല മണമാണ് അത് കടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഉണ്ണിയപ്പവും നമ്മുടെ പനിയാരത്തിക്കുള്ള നമ്മുടെ ഉഴുന്ന് പരിപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഞാനിതാ അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് വഴഞ്ഞ് നല്ലോണം ഇതാവണം എന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ സവാളയ്ക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് വഴറ്റി മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ മല്ലിയെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അത് ഞാൻ പച്ചയ്ക്ക് തന്നെ നമ്മൾ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, വഴറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സവാളയും നമ്മുടെ കടുകും ഉഴുന്നുപരിപ്പും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലല്ലേ. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളിതാ നമ്മുടെ ദോശമാവിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇഡ്ഡലി മാവോ ദോശമാവൊക്കെ ബാക്കി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കില്ലേ, സെയിം തന്നെയാണ്.
അങ്ങനെ നമ്മുടെ വഴറ്റിയെടുത്ത നമ്മുടെ ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, സവാള, അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ വറവൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ മുന്നേ മാവിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി ആയിട്ട് ഞാനിതാ തേങ്ങാ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ചിരവി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങയും ഒരു 5-10 കാന്താരി മുളക് കേട്ടോ. പിന്നെ ഒരു പിടി ചെറിയുള്ളിയും കൂടെ ചിരവി വെച്ചു. അത് നല്ലോണം അങ്ങോട്ട് അരച്ചതിന് ശേഷം ഞാനിതാ വറവിടുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ പണിയാരത്തേക്ക് ഈ ഒരു കാന്താരി മുളകിട്ട് തേങ്ങ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എവിടെ നിന്നാണ് കിട്ടി, റെസിപ്പിയല്ല, ഇത് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ, പണ്ട് ഏട്ടൻ ഇതുപോലെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ പൊക്കവടയൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ടല്ലോ, അതേപോലെ ഒരു ദിവസം, ഇപ്പോഴല്ല കേട്ടോ, കുറേ കാലത്തിന് മുമ്പാണ്, ഒരു ദിവസം ആൾ വരുന്ന സമയത്ത് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്നാണെന്നോ എവിടുന്നോ ഒരു തട്ടുകടയിൽ നിന്ന് ഏട്ടൻ ഈ ഒരു പനിയാരവും ഈ ഒരു തേങ്ങാ ചട്നിയും അതിൻ്റെ കൂടെ ഒരു മുളക് ചട്നിയും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, കറക്റ്റായിട്ട് ഓർമ്മയില്ല, അതും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ ഏട്ടൻ്റെ അടുത്ത് ഇടയ്ക്ക് പറയും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ ആൾ ഒന്നും നോക്കാണ്ടാണോ ശ്രദ്ധിക്കാണ്ടോയെന്ന് അറിയില്ല, പക്ഷേ അതിന് ശേഷം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്നേ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു ഈ ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ഇന്നലെ ഇങ്ങനെ ഓർമ്മ വന്നപ്പോൾ പിന്നെ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മാവൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മുടെ ചട്നിക്ക് കടുക് വറുത്ത്, നമ്മൾ എപ്പോഴും ചട്നിക്ക് കടുക് വറുക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ, വറമുളകും കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് താളിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങാ ചട്നി. പിന്നെ നമ്മുടെ ഉണ്ണിയപ്പക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം എണ്ണ ഒഴിക്കില്ലേ, ഇതിലേക്കിപ്പോൾ അത്രയ്ക്ക് എണ്ണയൊന്നും വേണ്ട, എന്നാലും എണ്ണ വേണം കേട്ടോ. ഇതിപ്പോൾ മണ്ണിൻ്റെ കല്ലായതുകൊണ്ട് തന്നെ എണ്ണ വേണം. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് പുരട്ടി കൊടുക്കുക, അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ രാവിലെ തന്നെ എണ്ണയിൽ ഉണ്ടാക്കിയ പലഹാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇതാണല്ലേ, എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മളെ കയ്യിൽ മണ്ണിൻ്റെ കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിത് എണ്ണയൊക്കെ ഒഴിച്ച് മാവൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് മൂടി വെക്കാനായിട്ട് നോക്കിയതാണ് കേട്ടോ, ആ ഒരു പാത്രം അങ്ങോട്ട് ശരിയാവുന്നില്ല, പിന്നെ ഞാൻ അടച്ചൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ അതാ പപ്പടക്കോല് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ചത് നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് മറിച്ച് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഗ്യാസ് അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് ഈ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും തീ അങ്ങോട്ട് എത്തുന്നില്ല കേട്ടോ. നമുക്ക് അടുപ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ ഈ ഒരു പാത്രത്തേക്ക് നന്നായിരിക്കും തോന്നുന്നു. കാരണം ഈ അടിയിലിങ്ങനെ കുഴിയാണല്ലോ, അപ്പോൾ പാത്രത്തിൽ അങ്ങോട്ട് തീ അങ്ങോട്ട് കറക്റ്റായിട്ട് ഒരു ഭാഗം അങ്ങോട്ട് മൊരിഞ്ഞിട്ടും ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതുമില്ല കേട്ടോ. പക്ഷേ വെന്തൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇത്തിരി അങ്ങോട്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം 1-2 ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മണ്ണിൻ്റെ ചട്ടി നമ്മൾ അങ്ങനെ കുറേ ദിവസം ഉപയോഗിക്കാതെ വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് മയങ്ങി കിട്ടാനൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ഉണ്ണിയപ്പമല്ല നമ്മുടെ പനിയാരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വേവിക്കുന്നുണ്ട്. അപ്പോൾ ചാരുമോള് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് പിന്നെ ചായ ഉണ്ടാക്കി നമ്മുടെ പനിയാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതിപ്പോൾ ഏട്ടൻ്റെ 2ാമത്തെ ട്രിപ്പ് ഏട്ടനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മഴയും തണുപ്പൊക്കെ ആകുന്ന സമയത്ത് രാവിലെ തന്നെ ഇതുപോലെ ഒരു ചൂട് ചായയും നല്ല മൊരിഞ്ഞ പണിയാരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കില്ല. നമ്മുടെ ഈ ഒരു കാന്താരി ചട്നീൻ്റെ കൂടെയൊക്കെ മുക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പിള്ളേർക്കും ഏട്ടനൊക്കെ നല്ല ഇഷ്ടമായിട്ടാണ്. എടുക്കുമ്പോൾ കണ്ടില്ല, ഞാൻ ആദ്യത്തെ ട്രിപ്പും 2ാമത്തെ ട്രിപ്പും ഇത്തിരി അങ്ങോട്ട് ഇതായിപ്പോയി. അതിന് ശേഷം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് കിട്ടിയിട്ടാണ്. കാരണം തീ നന്നായിട്ട് കിട്ടുന്ന ഭാഗത്തൊക്കെ വലിയ കുഴപ്പമില്ല, അധികം തട്ടാത്ത ഭാഗത്ത് അങ്ങോട്ട് ഇതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയാൽ നന്നായിട്ട് കിട്ടുമായിരിക്കും, എല്ലാ ഭാഗത്തും ഒരേപോലെ തീ കിട്ടുന്നത് കൊണ്ട്. ഇതിപ്പോൾ ഗ്യാസിൽ വെച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ ഏട്ടൻ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ആൾ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാൾ കൂടെ ഏട്ടൻ മുളക് വിത്ത് അവിടെ മുളക് ചെടിൻ്റെ താഴെ പാകിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാണ്, കാണിച്ചു തരികയാണ് ആൾ. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ടൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. കൂട്ടത്തിൽ തന്നെ നമ്മുടെ പയറും
ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, ഇന്നിപ്പോൾ അധികം മഴക്കാറൊന്നുമില്ല. മാനമൊക്കെ നല്ലോണം തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു വെളിച്ചമൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു കുളിർമയാണല്ലേ. മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. മഴയായാൽ നമുക്ക് പണിയുമില്ല, നമ്മുടെ കാര്യം കഷ്ടത്തിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ്, മഴയ്ക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് മഴ തന്നെ വേണമല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ പയറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഇതാ വീണ്ടും നമ്മൾ അടുക്കളയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടി അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുകയാണ് റൂമിൽ. അപ്പോൾ ആൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തായാലും ഇതാ ബാക്കിയുള്ള നമ്മുടെ പനിയാരത്തിൻ്റെ മാവ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ അവസാനം ട്രിപ്പാണ് കേട്ടോ. ഒരു 3-4-5 പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് കിട്ടിയിട്ടാണ്. കാരണം നല്ലോണം ഉണ്ടായിരുന്നു. 2 ഗ്ലാസ് അരിക്ക് നമുക്ക് നമ്മുടെ ഇതുപോലത്തെ ഫാമിലിക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് രാവിലെയും കഴിക്കാം. പിന്നെ ചിട്ടിക്കുട്ടി ഉച്ചയ്ക്കും അത് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത്. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പനിയാരമൊക്കെ ഉണ്ടാക്കി ബാക്കിയുള്ള മാവിനൊക്കെ ഒഴിച്ച് പിന്നെ ഞാൻ അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ചിട്ടിന് തലമുടി കെട്ടിവിടാനും സ്കൂളിൽ പോകാനായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവളുടെ കാര്യത്തിനായിട്ട് അങ്ങനെ നിന്നുട്ടാ. അപ്പോൾ അതാ അപ്പുറത്ത് അടുപ്പിൽ ചൂടുവെള്ളമൊക്കെ തിളയ്ക്കുന്നുണ്ട് ചിട്ടിക്ക് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ നമ്മുടെ പനിയാരത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇതാ എല്ലാവരും കഴിച്ചു കേട്ടോ. എല്ലാവരും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഞാനും ചിട്ടിയും മാത്രമേ ഉള്ളൂ. അവൾക്ക് കൊണ്ടുപോകാനുള്ളതും ഉണ്ട്. അവൾ കൊണ്ടുപോയതിന് ശേഷം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ബാക്കി ഞാൻ അങ്ങനെ എടുത്തു വെച്ചു. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ വെളിയിൽ കാണുമ്പോൾ നല്ല മൊരിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നമ്മുടെ ഈ ഒരു ചമ്മന്തിൻ്റെ കൂടെ കാന്താരി മുളക് ഇട്ട് നമ്മൾ തേങ്ങാ ചമ്മന്തി അരച്ചില്ല, അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഞാൻ വാഴയിലയൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ വേണ്ടേ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ പനിയാരവും തേങ്ങാ ചമ്മന്തിയാണ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ്. എന്നും ഇഡലി, ദോശ, പുട്ട്, നൂൽപുട്ട് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കും ഏട്ടനും ഒക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പണിയാരവും കഴിച്ച് ചിട്ടിക്കുട്ടി ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കഴിച്ചിട്ട് അവൾ സ്കൂളിലേക്ക് പോകും. ആഹാ, ചിട്ടി ഇവിടെ കഴിക്കുകയാണ്. എങ്ങനെയുണ്ട് ചിട്ടി? സൂപ്പർ. ഇഷ്ടമായോ? ചാരുവിന് നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛനടുത്ത് ചോദിച്ചപ്പോൾ നിൻ്റെ അച്ഛനെ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയില്ല. അവിടെ പോയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറയും. എവിടെ പോയിട്ട്? പോയിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ. ഫ്രണ്ടിൻ്റെ അടുത്തോ? എന്നാൽ പിന്നെ കാക്ക മലർന്ന് പറക്കും. അപ്പോൾ കണ്ടില്ലേ, ചിട്ടിക്കുട്ടിൻ്റെ അടുത്തൊക്കെ നന്നായിട്ടുണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ അവൾ സത്യസന്ധമായിട്ട് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്തുണ്ടാക്കി കൊടുത്താലും കഴിച്ചിട്ട് ഒന്നും പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പരാതി പറയുകയാണ് കേട്ടോ. അപ്പോൾ അവൾ അതിന് ഇങ്ങനെ ഓരോരോ മറുപടി പറയുകയാണ്. അപ്പോൾ എന്തായാലും എന്താ ചിട്ടിക്കുട്ടിയൊക്കെ പണിയാരമൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോയി. അതിന് ശേഷം ഞാൻ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.